ഞാനിങ്ങനെ ഇരുന്നു, ആഹാരമില്ല, ഒരു പൊടിയരി കഞ്ഞി വാങ്ങിക്കും. അവള് കുഞ്ഞിന് ബോധമില്ലാത്തോണ്ടൊന്നും കഴിക്കത്തില്ല. മാനസികമായിട്ടുള്ള വേദനയാണ്, കുഞ്ഞ് മരണത്തോട് കിടക്കുമ്പോ ഈ കഞ്ഞി വെള്ളം മാത്രം ഊറ്റി കുടിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിന്റെ അടുത്തേ ഇരിക്കും. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സുനിത സിസ്റ്ററാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കവർക്ക് ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമുക്കവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ തന്നെ ഈ വാത്സല്യ സഹോദരിയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ സുനിത സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സിസ്റ്റർ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സമീപം പുളിയിറക്കുളം എന്ന് പറയും. പുളിയിറക്കുളത്തുള്ള കാൺപുറ എന്ന് പറയുന്ന ദേശത്താണ് താമസിക്കുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മകനും ഒരു മകളും. മകള് കുടുംബമായി 3 വയസ്സായ കുഞ്ഞുണ്ട്. മകൻ +2 കഴിഞ്ഞിട്ട് പഠനത്തോട് അനുബന്ധിച്ച് അങ്ങനെ നിൽക്കുന്നു. അത് പോയിട്ട് ഞാനൊരു ആശാ വർക്കറും കൂടെയാണ്. ഇതാണ് എന്റെ പരിചയപ്പെടുത്തൽ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് അവസരം വേർതിരിച്ചു കൊള്ളുന്നു. സ്തോത്രം. എനിക്ക് ഈ അവസരം തന്ന അരോമ ടിവിക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു വളർന്നത്. കാരണം എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. എൻ്റെ അനിയത്തിയെ ഗർഭിണിയായിരിക്കുമ്പോഴേ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. വളരെയധികം അമ്മ ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടുപേരെയും വളർത്തുകയുണ്ടായി. ഞങ്ങൾ ഇവിടുന്ന് ആഹാരത്തിന് വളരെ ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലെയുള്ള സാഹചര്യങ്ങളൊന്നും അല്ല. എൻ്റെ അമ്മ ഇത് പേയാടെന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് മൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കുടുംബ വീട്. അവിടെ നിന്നും തിരുമല എന്ന് പറയുന്ന സ്ഥലം വരെ ഉദ്ദേശം ഒരു 5-6 കിലോമീറ്റർ. ഇന്ന് വാഹനത്തിലാണെങ്കിൽ 20-22 രൂപ വരെ ബസ് ഫെയർ കൊടുക്കണം. അവിടെ നിന്ന് ഇത്രയും ദൂരം. എൻ്റെ അനിയത്തി കൈക്കുഞ്ഞാണ്, എന്നെക്കാളും 10 വയസ്സിന് ഇളയ കുഞ്ഞാണ് അനിയത്തി. അവളെയും കൊണ്ട് ഞങ്ങൾ നടക്കും, രാവിലെ വെളുപ്പിനെ നടന്ന് ഒരു അരിവെട്ടിയുമായിട്ട് പോകും. പല വീടുകളിലും ചെന്ന് കഞ്ഞിവെള്ളം കേൾക്കും, കുടിക്കും. അതിന്റെ അടി കിടക്കുന്ന ചോറെല്ലാം ഊറ്റി വട്ടിക്കകത്ത് വെക്കും. അപ്പൊ അങ്ങനെ തിരുമല ഒരു അമ്മയുടെ വീടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഒരിക്കൽ ഞങ്ങൾ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ ഒരാഴ്ചത്തെ 2 ദിവസത്തെ 3 ദിവസത്തെ പഴങ്കഞ്ഞിയും ഈ ചോറും എല്ലാം കൂടെ ഒരു പാത്രത്തെ ഇട്ട് അങ്ങ് വെച്ചിരിക്കും. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അത് ഇത്രയും ദിവസം ആയതുകൊണ്ട് ചെറിയ ഒരു ഇത് ഫംഗസ് പോലെ പിടിച്ച് അതിന്റെ മേളില് വെളുത്ത പാട പോലെ കിടക്കും. എൻ്റെ അമ്മ അതെല്ലാം എടുത്ത് കഴുകി കളഞ്ഞിട്ട് 3-4 പ്രാവശ്യം ഈ ചോറിനെ കഴുകി വട്ടിക്കകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇച്ചിരിയൊക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ചോറും കൊണ്ടുവന്ന് ചക്കക്കുരു, പ്ലാവിന്റെ മൂട്ടിൽ നിന്ന് പെറുക്കിയെടുക്കും ചക്കക്കുരു. ഈ ചക്കക്കുരും കാന്താരി മുളകും മാത്രം വെച്ച് അമ്മയുടേതായ രീതിയിൽ ഒരു കറി വെക്കും. ഞങ്ങൾ 3 പേരുമായിട്ട് കഴിക്കും. അന്ന് വളരെയധികം ഭാരപ്പെട്ടെന്ന് വെച്ചാൽ ആഹാരമില്ല, വസ്ത്രമില്ല, പലരും കഴിക്കുന്നതിന്റെ എച്ചിലും ഒക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അപ്പോഴൊന്നും സത്യദൈവം ആരെന്നോ അങ്ങനത്തെ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുവാനോ ഒന്നും ആരും ഇല്ല ഞങ്ങളുടെ ആ സമീപത്തോ, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മൾ രാവിലെ ഇങ്ങനെ കഴിക്കും. കണ്ട ഈ പണ്ട് കാലത്തൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ വന്നിരിക്കുന്ന ഒട്ടത്തികളും മക്കളും ഒക്കെ വന്നിരിക്കുന്നത് പോലെ ഞങ്ങളിങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം അത് കഴിഞ്ഞിട്ട് അമ്മ മെറ്റിലടിക്കാനായിട്ടൊരു പാറ, ഇങ്ങനെ ഒരു വലിയ പാറ കൺട്രാക്റ്റിന്റെ അവിടെ പോയി ആ മെറ്റിലടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ചെറുതായിട്ടുള്ള ആ ബുദ്ധിമുട്ട്, ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടൊക്കെ വളരെ മാറാനായിട്ട് തുടങ്ങി ചെറുതായിട്ട്.
എന്നാലും വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് ഞങ്ങൾ ബാല്യത്തിലൊക്കെ ജീവിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു CSI ചർച്ച് ഉണ്ട്. അവിടെ ഞങ്ങള് ആരാധനയ്ക്കായിട്ട് പോകാൻ ഞങ്ങൾ പോകുന്നത് വേറെ ഒന്നിനുമല്ല. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഈ സെക്കൻഡ് സാറ്റർഡേ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ അതില് കഞ്ഞി കിട്ടും, വർഷത്തിൽ ഒരിക്കൽ തുണി കിട്ടും. അപ്പൊ ഈ പഠിക്കാൻ കഴിയാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദേശ സഹായം, അന്ന് 75 രൂപയാണ്, എനിക്കത് ഓർമ്മയില്ല, അത് തന്ന് സഹായിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഈ CSI ചർച്ചിൽ പോകുന്നത്. അങ്ങനെ പോയി കാലക്രമേണ ഞങ്ങളിങ്ങനെ വളർന്നു. എന്റെ ബാല്യമൊക്കെ വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസവും വളരെ ഞെരുക്കത്തിലൂടെ ആയിരുന്നു പോയത്. എന്നാല് എന്റെ 10ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ മുന്നോട്ട് പഠിപ്പിക്കാനായിട്ട് എന്റെ അമ്മയ്ക്ക് സാമ്പത്തികവുമായിട്ടും അതിനുള്ള ഒന്നും ഇല്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ചെറിയ രീതിയിൽ തയ്യലെല്ലാം പഠിച്ചു. അങ്ങനെ വന്നപ്പോ എന്റെ വിവാഹ ജീവിതത്തിലോട്ട് ഞാൻ കടക്കാനിടയായി. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയും ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്നതും മറ്റെല്ലാ ചീട്ടുകളിക്കാരനുമായിരുന്നു. ദൈവത്തെ അറിഞ്ഞതല്ല. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. പുള്ളി ഹിന്ദുവാണ്, പുള്ളിയുടെ ഫാമിലി മൊത്തവും ഹിന്ദുവാണ്. അപ്പൊ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ് CSIയിലേക്ക് വന്ന് സ്നാനപ്പെട്ട് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു. അത് വളരെ ദുരിതം. കാരണം എന്നും മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വന്ന് വളരെ ഉപദ്രവിക്കുകയും ജോലിക്കൊന്നും പോകത്തില്ല. വൈകുന്നേരം ആകുമ്പോ ചെറിയൊരു ഗോതമ്പ് മാവ് 10 രൂപയുടെ ഒരു ABT തേയിലയും കൊണ്ടുവരും രാത്രിയാകുമ്പോഴത്തേക്ക്. അപ്പൊ അത് വെച്ച് കഴിച്ച്, അല്ലെങ്കിൽ തന്നെ കഴിച്ചാൽ തന്നെ ഭയങ്കര ശാരീരികമായി വളരെ ഉപദ്രവിച്ച്, അത് കഴിക്കാൻ സമ്മതിക്കില്ല. വീടിനകത്ത് അന്ന് വീടില്ല, ഒരു ചെറ്റ മാടം പോലെ ഞങ്ങൾ പ്രത്യേകം താമസിക്കുകയാണ്. കാരണം ഞാനും എന്റെ ഹസ്ബൻഡുമായിട്ട്. അങ്ങനെ എനിക്ക് എന്റെ മോള് ഗർഭിണിയായ സാഹചര്യത്തില് എനിക്ക് തിന്നാനൊന്നുമില്ല പാസ്റ്ററെ. കാരണം അപ്പുറത്തെ വീടുകളിലൊക്കെ പോകും ഞാൻ. പോയി ചക്കക്കുരുവൊക്കെ അവിച്ച്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പഴങ്കഞ്ഞി വെള്ളമൊക്കെ തന്ന് കുടിച്ചാണ് ഞാൻ ജീവിച്ചോണ്ട്. അങ്ങനെ വളരെ ദുഃഖത്തിലും വളരെ ദാരിദ്ര്യത്തിലും ഞാന് ബസ്സിലൊക്കെ കയറി അല്ലെങ്കിൽ നടന്നൊക്കെ പോയി കഴിഞ്ഞാല് എന്റെ അടുത്ത് ആരും വന്നിരിക്കത്തില്ല. കാരണം എന്റെ ഡ്രസ്സെല്ലാം നല്ല നാറ്റം വെച്ച് വെളിച്ചെണ്ണ തേക്കാതെ ആകെ മുഷിഞ്ഞ വസ്ത്രമായിട്ടാണ് ഞാൻ ഈ ഒരു ആശുപത്രിയിൽ പോയാൽ തന്നെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുന്നതൊക്കെ. അങ്ങനത്തെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ. എന്നെ ഒട്ടത്തി ഭ്രാന്തി എന്നൊക്കെയാണ് ആ ദേശത്തുള്ള ആൾക്കാർ വിളിച്ചത്. കാരണം ഒന്നാമത്തെ കാര്യം, ഭർത്താവിന്റെ ക്രൂരമായ പീഡനം, അതായത് അടി എന്നും. പുള്ളിക്കാരൻ ലോഡിംഗ് ആണ് ജോലി, വെളുപ്പിനെ എഴുതിക്കും. അപ്പൊ ജോലിക്ക് പോയി ഒരു 11 മണിയാവുമ്പോ 1000 2000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്തിട്ട് വന്നിട്ട് അത്രയും മദ്യപിച്ച് ചീട്ടും കളിച്ചിട്ട് ഒരു 7 മണിയൊക്കെ കുടിച്ച് നല്ല ലെവലിൽ വന്നിട്ട് വളരെ ഉപദ്രവിക്കും എന്നെ കുഞ്ഞിനെ. അങ്ങനെ വളരെ സാഹചര്യത്തിൽ അങ്ങനെ ആയി. ഒരു ദിവസം ആയപ്പോഴത്തേക്ക് കമ്പി, ചെറിയ ഈ തമിരടിക്കണേന്ന് പറയും, പാറ പൊട്ടിക്കുന്ന ആ ഒരു കമ്പി എടുത്ത് അടുപ്പിലിട്ടിട്ട് ഇങ്ങനെ പഴുപ്പിച്ച് എന്റെ ശരീരത്തിൽ വെക്കാനായിട്ട് വന്നപ്പോ ഞാൻ വളരെയധികം പേടിച്ച് ഞാനും കുഞ്ഞും കൂടെ ഇനി ജീവിച്ചിട്ടൊന്നും കഥയില്ല എന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞും കൂടെ മരിക്കാൻ വേണ്ടി ട്രെയിനിന്റെ മുന്നേ ചാടി മരിക്കാൻ വേണ്ടി പോയി. പക്ഷെ അപ്പോഴൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം ആരെന്നും അറിയത്തില്ല. എന്റെ അമ്മയൊക്കെ ഇങ്ങനെ CSIയിൽ പോയി യേശു ഉണ്ട്, അല്ലെങ്കിൽ യേശുവെ ഇങ്ങനെ മാത്രം പറഞ്ഞ് ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ മരിക്കാൻ ഇങ്ങനെ ചാടാൻ പോയിട്ട് ഒരു ട്രെയിനും ഒരു ലെവലും കിട്ടുന്നില്ല പാസ്റ്റർ. ഞാൻ അങ്ങനെ അവിടെ നിന്ന് കണ്ട ഒരു ട്രെയിനിൽ കയറി. ഞാനും കുഞ്ഞുമായിട്ട് ട്രെയിനിൽ കയറി. എനിക്കറിയത്തില്ല, എവിടെയോ അത് കോട്ടയത്താണ് ആ ട്രെയിൻ നിന്നത്. കോട്ടയം നിന്നപ്പോ സന്ധ്യാസമയമായി, ഒന്നും കഴിക്കാനൊന്നുമില്ല, കയ്യിൽ കാശൊന്നുമില്ല. ഈ കൊച്ചിനെയും കൊണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ലക്ഷ്യമില്ലാതെ നടന്ന് രാത്രിയായി ഒരു 8 9 മണിയായപ്പോഴത്തേക്കാണ് ഭയം എന്നെ ഭരിക്കാൻ തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകുന്നു, ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാലോ അല്ലെ കുഞ്ഞിനെ പിടിച്ച് പറിച്ചാലോ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഭയം എന്നെ ഭരിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും കയറി ഇരിക്കണമല്ലോ, എവിടെ അഭയം തരും. ഇങ്ങനെ നടന്ന് റോട്ടെ ഇങ്ങനെ നടന്ന് ഈ കുഞ്ഞിന് എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സേ വരത്തുള്ളൂ. ഇങ്ങനെ കൊണ്ട് നടന്നപ്പോ പക്ഷെ ഒരു ചുറ്റും കോമ്പൗണ്ട് കെട്ടിയ, എന്നിട്ട് ഒരു റൂം, അതായത് ഈ പണി സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു റൂം പോലെ, അത് വാർത്തതായിരുന്നു. പക്ഷെ ഈ കോമ്പൗണ്ടിന് ഗേറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ അതിനകത്ത് കയറി ഒരു മൂലയിൽ ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ദൈവകൃപയാൽ എന്റെ അമ്മ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അമ്മയ്ക്ക് അറിയാന്നുള്ള പാസ്റ്റർമാരോടെയൊക്കെ വിളിച്ചു പറഞ്ഞു, പോലീസിലൊക്കെ കേസ് കൊടുത്ത് എന്നെ കാണാനില്ല. ഇവിടെ ശക്തമായ പ്രാർത്ഥനയാണ്. പക്ഷെ ആ ചുവരിന്റെ അവിടെ ഞാൻ ഇരുന്നിട്ട് അതുവഴി അനേകം മദ്യപന്മാര് പോയി, അനേകം പിടിച്ചുപറിക്കാര് പോയി. എന്നിട്ടും
ഈ കൊച്ചു വിശന്ന് കരയുന്ന ഒരു കുഞ്ഞാണ്. പക്ഷെ അന്ന് ആ രാത്രി കുഞ്ഞ് കരഞ്ഞിട്ടില്ല. ഞാനും കുഞ്ഞും മഞ്ഞ് കൊണ്ട് ആ ഒരു ആ ഒരു മുക്ക്, അതായത് ആ മതിലിന്റെ മുക്കിലിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോ വിശ്വസിക്കുന്നു, അല്ലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്ന, അന്ന് കുഞ്ഞ് കരയാത്തതും ഇന്നത്തെ പോലെ ഉപദ്രവിക്കാൻ ആൾക്കാർ വരാത്തതും അദൃശ്യകരമായ ദൈവത്തിന്റെ ദൂതൻ എന്നെ കരുതിയിരുന്നു. കാരണം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു പാസ്റ്ററെ. അല്ലെങ്കിൽ അന്ന് എനിക്ക് ട്രെയിൻ വേണമെങ്കിൽ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ചാടി ചാവാമായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തിയിലൂടെ ഞാനും കുഞ്ഞും നശിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എന്റെ മനസ്സില് എന്തായാലും ജനറൽ അവിടുത്തെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യാം, ഒട്ടും വയ്യ, അങ്ങനെ പറഞ്ഞ് 4-5 ദിവസം തള്ളി നീക്കാം. മരിക്കാൻ വേണ്ടി പെട്ടെന്നൊരു മരണഭയം വന്നു. എങ്ങനെ മരിക്കണം, ഏത് രീതിയിൽ മരിക്കണം, കുഞ്ഞിനെയും കൊന്നിട്ട് ഞാൻ മരിച്ചാൽ, കുഞ്ഞു ജീവിച്ചാലോ മരിച്ചാലോ, ഞാൻ ജീവിച്ച അങ്ങനെ ഒരു, അതായത് കുഞ്ഞു മരിച്ചിട്ട് ഞാൻ ജീവിച്ചാൽ പിന്നെ അതിലൊരു അർത്ഥമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്ത എന്റെ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ജനറൽ അവിടുത്തെ ആശുപത്രിയിൽ പോയി, കോട്ടയത്തെ ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല, ഇങ്ങനെ ധാരാളം ഉപദ്രവിച്ച് എന്റെ ശരീരം എല്ലാം വളരെ വേദന. പക്ഷെ അവര് എന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്റെ മനസ്സില് ആരോ ഇരുന്ന് പറയാണ് വീട്ടിൽ പോണം, വീട്ടിൽ പോണം, വീട്ടിൽ പോണം. അങ്ങനെ ഞാന് അവിടെ നിന്ന് കള്ളവണ്ടി കയറി നേരെ തിരുവനന്തപുരത്ത് വരികയും തപ്പാനൂര് വരികയും എന്റെ അമ്മ എന്റെ അനിയത്തിയായിട്ട് വന്നെന്നെ അവര് അവിടെ വന്നിട്ട് എന്റെ അമ്മയുടെ അനിയത്തി ഒരു മലയങ്കിഴം എന്ന് പറയുന്ന ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ട്, അവിടെ നിന്ന് വീണ്ടും ഒരു ബസ് കള്ളവണ്ടി കയറി കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. ഇവിടെ ഞാൻ വന്നപ്പോൾ എന്റെ അമ്മ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനും കുഞ്ഞും ഒരു കുഴപ്പവും ഇല്ലാതെ വരാറുണ്ട്. അങ്ങനെ വളരെയധികം പ്രയാസത്തിലായിട്ട് വന്നു. എങ്കിലും അപ്പോഴൊന്നും എന്റെ യേശുവിനെ അറിയാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഈ ഭർത്താവിന്റെ നിരന്തരമായ ഉപദ്രവം കൊണ്ട് ഞാനും എന്റെ കുഞ്ഞും എന്റെ അമ്മയുമായിട്ട് എന്താ ഈ വനിതാ കമ്മീഷനിലൊക്കെ പേപ്പർ കൊടുക്കുകയും ഇയാൾ എന്നെ ഉപദ്രവിക്കുമായിട്ട് ഈ അവര് തന്നെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അമ്മയും കുഞ്ഞിനെയൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് നാള് നിന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ അമ്മ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ 3 പേരുമായിട്ട് അവിടെ താമസിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ താമസിക്കുന്നെങ്കിലും ഭയമുണ്ട്, ഇയാൾ കണ്ടോണ്ട് വന്ന ഉപദ്രവിക്കും, അല്ലെ എന്തേലും ചെയ്യും. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ എനിക്കൊരു തലവേദന വരുവാനിടയായി തീർന്നു. തലവേദന എന്ന് പറഞ്ഞാൽ എത്ര ചികിത്സിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും തലവേദന പൂർണ്ണമായിട്ട് സൗഖ്യം വരുന്നില്ല. അപ്പോ ഒന്നാമത് മാനസികമായിട്ട് തകർന്നിരിക്കുന്നു, ആഹാരമില്ല, അല്ലെങ്കിൽ ഭയന്ന് ജീവിക്കുന്നു. പിന്നെ ഈ തലവേദനയും കൂടെ ആയപ്പോ ആകെ ഒരു നിരാശയുടെ നീർച്ചുഴിയിലേക്ക് തള്ളിയിട്ടു. എന്നാൽ അടുത്തുള്ള പിന്നെ തൈക്കാട് ഹോസ്പിറ്റൽ എന്ന് പറയും, ആ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരാഴ്ച കിടന്നിട്ടും തലവേദന കുറഞ്ഞില്ല. അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫറൻസ് ചെയ്തു. അവിടെ ഒരു 17-ാം വാർഡിലാണ് കിടത്തിയത്. 17-ാം വാർഡ്, 17, 16 വാർഡുകൾ മരണം മാത്രം തൊട്ടു മുന്നിൽ കാണുന്ന രോഗികളെ കിടത്തുന്ന സ്ഥലമാണ് ഈ 2 വാർഡും. അങ്ങനെ ഞാൻ അങ്ങനെ കിടന്നപ്പോൾ പായെല്ലാം വിരിച്ച് തറയിലാണ് കിടക്കുന്നത്, ഒരു ഭ്രാന്തിയെ പോലെ. ആഹാരമില്ല, അമ്മയും ഞാനും കുഞ്ഞും മാത്രമുണ്ട്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് എക്സ്റേ സ്കാനിങ് ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞു തലയിൽ മുഴയാണ്, ഇത് ട്യൂമറാണ്, സർജറി ചെയ്യണം. അപ്പോൾ ഞാൻ അതിനു മുമ്പ് എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സഹോദരിക്ക് ഇങ്ങനെ സർജറി ചെയ്തിട്ട് ആ സഹോദരി മരണപ്പെടുകയുണ്ടായി. അന്നത്തെ പോലെ അല്ലല്ലോ, 10-23 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ഇത്ര ശാസ്ത്രമൊന്നും പുരോഗമിച്ചിട്ടില്ല, മെഡിസിൻ പുരോഗമിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയാം എന്തായാലും ഞാൻ മരിക്കും, എനിക്ക് ഇനി വലിയ നാളൊന്നുമില്ല, പക്ഷെ എന്റെ കുഞ്ഞ് അനാഥയായി പോകും, കുഞ്ഞിനെ അനാഥാലയത്തിൽ നിർത്തണം. അപ്പോ ഞാൻ അവിടെയൊക്കെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അടുത്ത ആൾക്കാർ പറഞ്ഞു തിരുവനന്തപുരത്ത് ചിത്ര ഹോം എന്ന് പറയുന്ന ഒരു അവിടെ ഉണ്ട്, അവിടെ കുഞ്ഞിനെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ആ കുഞ്ഞിനെ അവിടെ ആക്കാം, പക്ഷെ എന്തായാലും ഞാൻ മരിക്കും, മരിക്കുന്നത് വരെ കുഞ്ഞിനെ എനിക്ക് കണ്ടുകൊണ്ട് മരിക്കണോമ്മ, നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ എന്റെ അമ്മയ്ക്ക് അറിയാമെന്നുള്ളത് പോലെയൊക്കെ അമ്മ ചെറുതായിട്ടൊക്കെ ഇരുന്ന് എന്റെ പായുടെ അറ്റത്തിരുന്ന് പ്രാർത്ഥിക്കും, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോവാം, പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്യണം, ആദ്യം അമ്മ മുന്നേ പോണം, ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യൂല, അമ്മ മുന്നേ പോണം, ഞാൻ പതുക്കെ ഈ പായുമെല്ലാം എടുത്തും കൊണ്ടങ്ങ് വരാം. അങ്ങനെ ഞാനിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോ 2 സഹോദരിമാർ എന്റെ അടുക്കലേക്ക് വന്നപ്പോ അതിലൊരു സഹോദരി എന്റെ 2 കൈയിലും 2 പേപ്പർ ചുരുളുകൾ തന്നു. പേപ്പർ ചുരുളുകൾ തന്നു. ഒരു പേപ്പറിൽ ഈ ഒരു വലത്തെ കൈ ഞാൻ നിവർത്തി നോക്കിയപ്പോ അതില് രൂപയാണ്, പക്ഷെ അത് എത്ര രൂപയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഓർക്കുന്നില്ല. എന്നാൽ എന്റെ ഇടത്തെ കയ്യിലിരുന്ന പേപ്പർ ചുരുളുകൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്ന ഒരു വചനം,
നിന്റെ വിചാരമല്ല എന്റെ വിചാരം, നിന്റെ വഴിയല്ല എന്റെ വഴി എന്നുള്ള യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ വചനം എന്റെ കണ്ണിലേക്ക് ഉടക്കി. ഞാനിത് വായിക്കാനായിട്ട് തുടങ്ങിയപ്പോ ആ വചനം എന്നെ ഇങ്ങനെ ക്രിയ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ കഴിഞ്ഞ നിമിഷം വരെ ഞാൻ ഓർത്തത് എന്തായാലും ഈ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കണം, അത് കഴിഞ്ഞ് എന്തായാലും ഞാൻ മരിച്ചതിന് അനാഥാലയത്തിലാക്കണം, അത് കഴിഞ്ഞ് അമ്മ അനിയത്തിയെ നോക്കും, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചത്. മരിക്കും, പൂർണ്ണമായിട്ട് മരണം മാത്രമാണ് എന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ വചനം എന്നെ ക്രിയ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം, നമുക്ക് വീട്ടിൽ പോവാം, മരിക്കുന്നെങ്കിൽ അവിടെ കിടന്ന് മതി. പക്ഷെ ഞാൻ ഈ വചനത്തെ എന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ ഇന്നാണെങ്കിൽ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യാതെ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയ പിന്നെ കേസായി വഴക്കായി. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വാടക വീട്ടിൽ വന്നു. പക്ഷെ എന്റെ തലവേദനയ്ക്ക് ഒരു കുറവും ഇല്ല. എണീക്കാൻ വയ്യ, നിവർന്ന് കിടക്കാൻ വയ്യ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ മരിച്ചു പോകുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. പക്ഷെ ഈ വചനം അത് എന്നെ കൂടെ കൂടെ എന്റെ ഹൃദയത്തെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴ് ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും ഒരു സഹോദരിയെ, അതെനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയാണ്, സഹോദരി എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, സുനിത നീ മരിക്കുകയൊന്നുമില്ല, നമുക്കൊരു പ്രാർത്ഥനാലയമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പിന്നെ ഈ ട്യൂമറിനൊന്നും ചികിത്സയും ഇല്ല, അത് ദൈവം സൗഖ്യമാക്കുകയല്ലേ, എന്തായാലും ഞാൻ മരിക്കും. അപ്പൊ പറഞ്ഞു, എന്തായാലും നീ ഇത്രയും നാൾ ആശുപത്രിയിലൊക്കെ കിടന്നതല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം, ദൈവം സൗഖ്യം തരുന്നെങ്കിൽ നിനക്ക് കുഞ്ഞിനെ വളർത്താമല്ലോ. അപ്പൊ കുഞ്ഞിനെ വളർത്താന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ ആ പ്രാർത്ഥനാലയത്തിലേക്ക് പോയപ്പോൾ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് അവിടെ. അതൊരു ടീച്ചറിന്റെ വീടായിരുന്നു, ടീച്ചറും ഒരു സാറും. ആ വീട്ടിൽ എന്നെ താമസിപ്പിച്ച് 7 ദിവസത്തെ പ്രാർത്ഥന. അതിൽ 3-4 ദിവസം ആയപ്പോ തന്നെ എങ്ങനെയൊക്കെയോ കേട്ടറിഞ്ഞ് എന്റെ ഹസ്ബൻഡ് അവിടെ വന്ന് പുള്ളിക്കാരനും അങ്ങ് ദൈവത്തിൽ വിശ്വസിച്ചു. എന്റെ ഈ തലവേദന എന്ന് പറയുന്ന ആ ഒരു ബന്ധനം, ആ പ്രാർത്ഥന സ്ഥലത്ത് വെച്ച് ആ ബന്ധനം അഴിഞ്ഞു മാറാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഞാൻ എന്റെ ഹസ്ബൻഡ് ഒരുമിച്ച് ഞങ്ങൾ സ്നാനപ്പെടുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഞങ്ങൾ പിന്നെ സന്തോഷത്തോടെ കുടുംബത്തിൽ വന്നു ജീവിച്ചു. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരൻ പിന്നീട് ആത്മീയത്തിൽ നിന്നൊക്കെ പോയി. എന്നാലും സ്വർഗത്തിലെ ദൈവം എന്നെ നിലനിർത്തി. പക്ഷെ അവിടെ ഒന്നും തീർന്നില്ല ദുരിതങ്ങള്. ഒരു മാലയിലെ മുത്ത് പോലെ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഓരോ കഷ്ടതകൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. മോക്ക് 5 വയസ്സായപ്പോഴത്തേക്ക് പെട്ടെന്ന് കുഞ്ഞിനൊരു പനി വന്നു. എന്നാൽ ഈ തലവേദന എന്ന് പറയുന്ന സൗഖ്യം എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം വന്നു എങ്കിലും എനിക്ക് പിന്നെ തുടർച്ചയായിട്ട് ദൈവത്തെ ആരാധിപ്പാനോ ചർച്ചിൽ പോകുവാനോ പറ്റാത്ത ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് ധാരാളം ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ ബൈബിൾ വായിക്കും, ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മകൾക്ക് ഒരു പനി വന്ന് 2 ആഴ്ച പല മരുന്നുകൾ കഴിച്ചിട്ടും പനി കുറവാകുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ പറഞ്ഞു, മോൾ എന്തായാലും 2 ആഴ്ച സ്കൂളിൽ പോകുന്നില്ല, നീ സ്കൂളിൽ പോകണം. അപ്പൊ അതിന് മുന്നേ ഒരാഴ്ചക്ക് മുമ്പേ ഞാനും മോളുമായിട്ട് വീട്ടിലെ പ്രശ്നം കാരണം ഞങ്ങൾ വീട്ടിന്റെ അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിൽ ഞാനും മോളുമായിട്ട് മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പോയപ്പോ എന്റെ മകനുണ്ടായി. എനിക്ക് മകനൊരു കൈക്കുഞ്ഞാണ്, ഇങ്ങനെ എടുത്തു വെച്ചിട്ട് 1.5 വയസ്സെന്തേ വരത്തുള്ളൂ. അപ്പോൾ എന്റെ മകള് പറഞ്ഞു, അമ്മ നമുക്ക് മരിക്കണ്ടമ്മ, ഞാൻ ജോലി ചെയ്തിട്ട് എന്ന്. അപ്പൊ എന്റെ ഹൃദയത്തെ അത് ചലിപ്പിച്ചു. കാരണം മരിക്കണ്ട, എന്നാൽ ഒരു ആശ്വാസം ആ കുഞ്ഞു പറഞ്ഞല്ലോ, നമുക്ക് കയറി പോവാം. ഈ വീട്ടിന് കുറച്ചിങ്ങ് താഴെ ഒരു വലിയ കുളമാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി. ഇവക്ക് ഇങ്ങനെ പനി വന്നു. അപ്പൊ ഇവക്ക് ഈ പനി വന്ന് ഇങ്ങനെ ഇതായിട്ട് കിടന്നപ്പോ ഞാൻ പറഞ്ഞു, എന്തായാലും സ്കൂളിൽ പോകണം, നീ പറഞ്ഞല്ലോ എനിക്ക് ജോലി ചെയ്ത് എന്നെ അമ്മയെ നോക്കാന്ന്, ഇങ്ങനെ കള്ളമടിച്ച് നിന്നാ പറ്റത്തില്ല മക്കളെ, സ്കൂളിൽ പോകണം. അല്ല അമ്മ, വെളുപ്പിനെ ചാച്ച മദ്യപിക്കാൻ പോയിട്ടുണ്ട്, എന്റെ അമ്മ ഇന്നലെ ഉപദ്രവിച്ചല്ലോ, ഇന്നും വന്ന് അമ്മ അടിക്കും, ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാന് സ്കൂളിൽ പോയാലും ടീച്ചർ എന്നെ വിളിച്ച് പറയും, കുട്ടി ഒരു അറ്റത്ത്, സ്കൂളിന്റെ ഒരു അറ്റത്ത്, ക്ലാസിന്റെ ഒരു അറ്റത്ത് ഇരിക്കും, ചിരിക്കുകയില്ല, കളിക്കുകയില്ല, എന്തോ ഒരു ദുഃഖമുണ്ട്, എന്താണെന്ന് വിളിച്ച് എന്നോട് ഒരു ദിവസം ചോദിക്കുകയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഈ ദുഃഖമൊന്നും കാണണ്ട, മക്കള് പഠിക്കാൻ പോകും. ഞാനിങ്ങനെ പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ഞാൻ കട്ടനിട, അത് പുറത്തിറങ്ങിയാലേ പറ്റത്തുള്ളൂ. പുറത്താണ് 2 കല്ലെടുത്ത് വെച്ചിട്ട് അതിലാണ് വേവിക്കുന്നത്. അങ്ങനെ കട്ട ഇട്ടിട്ട് വന്നപ്പോ കുഞ്ഞ് പെട്ടെന്ന് വായി കൂടെ
ഇങ്ങനെ നൊരയും പതയും വന്ന് കണ്ണെല്ലാം കൂടെ മേലിച്ചൊരു വില്ല് പോലെ കുഞ്ഞ് വളഞ്ഞു കിടക്കുന്ന ഓർമ്മയില്ല. ഞാൻ അവിടെ കിടന്ന് വിളിച്ചു, അടുത്ത ആൾക്കാരെല്ലാം വന്നു. അതെല്ലാം കഴിഞ്ഞ് കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട്. പക്ഷെ പുള്ളിക്കാരനെ നോക്കിയിട്ട് അവിടെ എങ്ങും കാണാനില്ല. കാരണം ഒരു ട്രിപ്പ് അടിയെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും മദ്യപിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ അടുത്തുള്ള വീട്ടില് പയ്യനോട് പറഞ്ഞു, മക്കളെ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കണം, അവൾക്ക് ഒട്ടും വയ്യ, ഈ ഫിക്സ് വന്നല്ലേ, ഇത് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അടുത്തുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, പനി തലയ്ക്ക് പിടിച്ചതാണ്, അത് കുറച്ച് കഴിയുമ്പോൾ സുഖമാവുന്നു. ഇല്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ പൂജപ്പുര എന്ന് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയപ്പോ അടുത്ത ഡോക്ടർ അമ്മ എത്രയും പെട്ടെന്ന് SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കുഞ്ഞിന് എന്തോ അസുഖമുണ്ട്, തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ഒരു കാശൊന്നുമില്ല, നിന്ന കയ്യില് ഇറങ്ങിയതാണ്. കൊച്ചുണ്ട് ഒരു കയ്യില്, ഇവളും ഉണ്ട്. അപ്പൊ ഞാൻ ആ പയ്യനോട് പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ആട്ടയ്ക്ക് പൈസ തരാം, മെഡിക്കൽ കോളേജ് SIT കൊണ്ടെത്തിക്കാൻ പറഞ്ഞു. അവിടെ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോ ഡോക്ടർമാര് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഇത് കുഞ്ഞിന് തലയിൽ പഴുപ്പിന്റെ ഒരു അസുഖമാണ്, കുഞ്ഞിന് എന്ത് സംഭവിക്കാം, അത്രയ്ക്ക് കുഞ്ഞിന്റെ തലച്ചോറിനകത്ത് പഴുപ്പ് കൂടിപ്പോയി. അതുകൊണ്ട് പക്ഷെ അമ്മ കരയരുത്, പുറത്ത് എപ്പോഴും ആണുങ്ങൾ വേണം, അതുകൊണ്ട് അമ്മ കുഞ്ഞിനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കയ്യില് കുഞ്ഞ്, ഒരു കയ്യിൽ ഈ മോള് സ്ട്രെച്ചറിൽ ഇങ്ങനെ അവര് തള്ളിക്കൊണ്ട് പോകുമ്പോ എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണേ അത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം കുഞ്ഞ് ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ് മൂത്തയാള്, ഇളയ കൊച്ചു വിശന്ന് എന്റെ കയ്യിലിരുന്ന് കരയണം. ഞാൻ 4 ദിവസമായി ആഹാരം കഴിച്ചു. എങ്ങനെ ഈ ഇവരെ കൂടെ ആശുപത്രിയിൽ ഇങ്ങനെ പോകുന്നെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ കുഞ്ഞിനെ എടുക്കാൻ ബലം തന്നത് ആരാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അകത്ത് കൊണ്ടുപോയി ഇടുമ്പോ ഡോക്ടർമാർ വന്ന് നട്ടലിന്ന് കുത്തി അവിടെ നിന്ന് കുത്തിയൊക്കെ ഓരോ ടെസ്റ്റുകൾക്ക് എഴുതി തരും. അപ്പൊ ഒരു കയ്യിൽ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഈ മറു കയ്യില് ഈ സാമ്പിളും കൊണ്ട് ഞാനിങ്ങനെ SITയുടെ ഇടനാഴിയിലൂടെ പോയിട്ടുള്ളവർക്ക് അറിയാം, വാർഡ് ഒരിടത്തും ഈ ടെസ്റ്റ് ചെയ്യുന്ന വേറെ സ്ഥലത്താണ്, ദൂരമാണ്. അപ്പൊ അടുത്ത് കിടക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ രക്തസാമ്പിളും കൊണ്ട് ഇങ്ങനെ പോകുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു വചനം കയറി വന്നു. പക്ഷെ അത് എവിടെ കിടക്കുന്നെന്നോ അത് എന്താണ് അർത്ഥമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ സാമ്പിളും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ സാമ്പിൾ പിടിക്കും, ഇടത്തെ കയ്യിൽ എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ പറയും, ദുഷ്ടന്റെ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല. യേശുവേ എന്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ജീവനോടെ തരണേ. ഇതിങ്ങനെ പറഞ്ഞും കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഓടുന്നത്. ഈ ഒരു വചനം മാത്രമേ എനിക്കറിയാവൂ, അത് എവിടെ കിടക്കുന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഈ ടെസ്റ്റിൽ ഓരോ ടെസ്റ്റിലും ഈ കുഞ്ഞിന് വളരെ കൂടുതലാണ്, കാരണം ഈ പഴുപ്പിന്റെ അളവ് കൂടി കൂടിയിരിക്കുകയാണ്. അങ്ങനെ ICUലായി. ICUക്കകത്ത് കൊച്ചിന് ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് എന്നെ അകത്ത് കയറ്റിയത്. അന്ന് വൈകിട്ട് എന്റെ അമ്മ ഒന്ന് ഇളയ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. പക്ഷെ ഞാൻ എന്റെ തലയിൽ ഇങ്ങനെ ഒരു തുണി ഇട്ടിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കയ്യിൽ വെച്ച്, എനിക്കറിയാം ഈ വചനം മാത്രം എനിക്കറിയാം, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ ഇടത്ത് കിടക്കുന്ന കുഞ്ഞും മരിച്ചു, വലത്ത് കിടക്കുന്ന കുഞ്ഞും മരിച്ചു, ഫ്രണ്ടിൽ കിടക്കുന്ന കുഞ്ഞും മരിച്ചു. ഇങ്ങനെ മരണം മാത്രം. ഈ ICU അങ്ങനത്തെ ഒരു മേഖലയാണത്. ഞാനിങ്ങനെ ഇരുന്നു, ആഹാരമില്ല, ഒരു പൊടിയരി കഞ്ഞി വാങ്ങിക്കും. അവള് കുഞ്ഞിന് ബോധമില്ലാത്തോണ്ടൊന്നും കഴിക്കത്തില്ല. ഈ കഞ്ഞി മാത്രം ഞാൻ കുടിച്ച്, കഞ്ഞി അതിന്റെ ചോറൊന്നും തിന്നാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മാനസികമായിട്ടുള്ള വേദനയാണ് കുഞ്ഞ് മരണത്തോട് കിടക്കുമ്പോ. ഈ കഞ്ഞി വെള്ളം മാത്രം ഊറ്റി കുടിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിന്റെ അടുത്തേ ഇരിക്കും. അങ്ങനെ 21ന്റെ അന്ന് കുഞ്ഞിന്റെ ബോധം വീണു. മോള് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണ അവൾക്ക് പെറോട്ട ഇഷ്ടമായിരുന്നു. അങ്ങനെ പെറോട്ട തലേ ദിവസം വാങ്ങി വെച്ചത് ഞാൻ അവൾക്ക് കൊടുത്തു. അപ്പൊ അവളിങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോ, കഴിച്ചില്ല, കഴിക്കാനായിട്ട് പൊതി എടുത്തപ്പോ അവൾ പറഞ്ഞു, അമ്മ എന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ വിളിച്ചത്? നല്ലൊരു സ്ഥലത്തെത്തിയായിരുന്നു, ധാരാളം വെള്ള വസ്ത്രം ഇട്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയുള്ള സ്ഥലത്താണ് ഞാൻ എത്തിയത്. നല്ലൊരു പാട്ട്, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത പാട്ട് പാടിയ സ്ഥലത്താണ് ഞാൻ എത്തിയത്. അപ്പൊ അതിലൊരാള് പറഞ്ഞു, അമ്മ കരയുന്നു, മോളൊന്ന് പൊയ്ക്കോ, പിന്നീട് മോള് വന്നാ മതി എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ആക്കിയെന്ന് പറഞ്ഞു. അമ്മ അവള് വളരെ വിഷമത്തിലാണ് പറഞ്ഞത്, അമ്മ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു വിളിച്ചത്. അത്രയ്ക്കും അവൾക്ക് അവിടെ ആ സ്ഥലം അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് സ്വർഗരാജ്യമാണെന്ന്, കർത്താവിന്റെ നിത്യതയാണെന്നും ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവള് കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോ ഡോക്ടർമാര് വന്നപ്പോ അതിശയം, ഇതെങ്ങനെ സംഭവിച്ചു അമ്മ, ഓർമ്മയില്ലാതെ ഇങ്ങനെ കിടക്കുകയല്ലേ? ഞാൻ പറഞ്ഞ്, സാറേ അത് വേറെ ഒന്നുമല്ല, ഇത് യേശുവാണ് എന്റെ കുഞ്ഞിന് സൗഖ്യം തന്നത്. അത് ശരിയാണമ്മ, അമ്മ വന്ന അന്ന് തൊട്ട് അമ്മ ഇങ്ങനെ ഇരുന്ന് അമ്മയ്ക്ക് അറിയാന്നുള്ളത് പോലെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അത് ഇത് ശരിയാണ്, അമ്മയുടെ ദൈവമാണ്, അമ്മയുടെ യേശുവാണ് സൗഖ്യമാക്കിയത്. പിന്നെ അന്ന് തന്നെ കുഞ്ഞിനെ ICUന്ന് വാർഡിലോട്ട് മാറ്റി.
ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവള് പൂർണ്ണ സൗഖ്യത്തോടെ വന്നു. പക്ഷെ അവളുടെ അസുഖം എന്ന് പറയുന്ന മെനിഞ്ചൈറ്റീസ് എന്ന് പറയും. ഈ അസുഖം വന്നു കഴിഞ്ഞാല് 90% കുഞ്ഞുങ്ങൾ മരണത്തോട് ആയിപ്പോവും, മരിച്ചു പോകും. അഥവാ ഏതെങ്കിലും സാഹചര്യത്തില് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മാനസികവും ബുദ്ധിപരമായ വളർച്ച മുരടിച്ച് കുഞ്ഞ് 2 വയസ്സാണെങ്കിൽ 2 വയസ്സിന്റെ ബുദ്ധി, ചിലപ്പോ 1 വയസ്സിന്റെ ബുദ്ധി, അങ്ങനെ ജീവിതകാലം മുഴുവൻ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് ഒന്നിനും കൊള്ളാത്ത ഒരു കുട്ടിയായി തീരും. അതാണ് ഈ അസുഖത്തിന്റെ അവസ്ഥ. എന്നാല് എന്റെ സ്വർഗത്തിലെ ദൈവം ഇതുവരെയും അവൾക്ക് യാതൊരു കേടുപാടുമില്ലാതെ, അതായത് ബുദ്ധിക്കോ ശക്തിക്കോ ശാരീരികമായ ഒരു അവയവത്തിനോ ബുദ്ധിപരമായ ഒരു അവയവത്തിനോ സ്തോത്രം ഒന്നും കർത്താവ് ഇടവരുത്താതെ ഡിഗ്രി വരെ പഠിച്ചു. അവൾ ഇന്നൊരു ജോലി, ഒരു അംഗൻവാടി ടീച്ചറായിട്ട് പ്രവർത്തിക്കുന്നു. എത്ര സ്തുതിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും മതി വരത്തില്ല. കാരണം എന്റെ ദൈവം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. എന്നാൽ എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ടും ദൈവം അതിലെല്ലാം എന്നെ വിടുവിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നുവെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ 1 വർഷം കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് ഈ ലോകത്തൊന്ന് ഇടയായി, ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ വളരെയധികം പ്രയാസം ജീവിതത്തില്, ഒന്നുമില്ലെങ്കിലും മദ്യപിച്ചോണ്ടിരുന്നെങ്കിലും രാത്രി ഒരു നേരമെങ്കിലും ആഹാരത്തിനുള്ള വക എത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതും നഷ്ടപ്പെട്ടു. എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം, 2 കുഞ്ഞുങ്ങളായി എങ്ങനെ വളർത്തണമെന്ന് അറിയുവാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ വീട്ടു ജോലിക്ക് ഇറങ്ങി. എന്നാൽ അവിടെ എല്ലാം ഞാൻ എവിടെ വീട്ടു ജോലിക്ക് പോയി, എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും ആദ്യമായി എന്റെ കുടുംബത്തില് സത്യ ദൈവത്തെ അറിഞ്ഞത് എന്റെ അനുജത്തിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവളിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ അവൾക്ക് ഈ മുട്ടിന്റെ ബാലൻസ് തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവള് 3 മാസം ഒരു ആയുർവേദ ആശുപത്രി കിടന്നു. അവിടെ വെച്ചാണ് അവള് ദൈവത്തെ അറിയാൻ, ദൈവം ആരെന്ന് മനസ്സിലാക്കുവാനും കഴിയും. അതിന് ഒരു ദിവസം അവള് ചർച്ചയിൽ പോയിട്ട് ഞങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു. ഇങ്ങനെ ആരാധനയ്ക്ക് പോകുന്നത് ഇതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചികിത്സയില് വല്ലപ്പോഴും ഒരിക്കലൊക്കെ പോകുന്ന വ്യക്തികളായിരുന്നു. അങ്ങനെ അവള് പോയിട്ട് വന്നപ്പോ, ഒരു ദിവസം വന്നപ്പോ അവളുടെ ഒരു പ്രത്യേകത, അതായത് അവളിട്ടിരുന്ന കമ്മലും മാലയൊന്നും കാണായി. അവളൊരു പ്രത്യേക രീതിയിൽ വെള്ള വസ്ത്രമൊക്കെ ഇട്ട് അവള് വരികയായിരുന്നു. അമ്മ ചോദിച്ചു, ഇതെന്തോന്ന് പറ്റി, നിന്റെ കമ്മല് നിന്റെ മാലയൊക്കെ എന്ത് ചെയ്തു? അത് ഞാൻ സ്നാനപ്പെട്ട അമ്മയോട് പറഞ്ഞില്ല. അന്ന് ധാരാളം അടി, അവക്ക് ഇഷ്ടം പോലെ അടി ഞാനും എന്റെ അമ്മയും കൊടുത്തു. ഇത്രയും ദൈവം വിടുവിച്ചുവെങ്കിലും നമ്മൾ ആ ഒരു അതായത് പാരമ്പര്യം വിട്ട് ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനായിട്ടുള്ള ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങോട്ട് അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവളും പിന്നെ അമ്മയും, അവക്ക് പിന്നാലെ അമ്മയും സത്യദൈവത്തെ അറിയുവാനായിട്ട് തുടങ്ങി. അവർ രണ്ടുപേരും പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് വളരെയധികം ബുദ്ധിമുട്ടായി, വീട്ടു ജോലിക്കൊക്കെ പോയി. അങ്ങനെ എന്നെയും അമ്മ ഈ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം എന്ന് പറയുവാൻ അമ്മയെ എന്നെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, കൊള്ളാല്ല ഈ കാര്യം. അവിടെ പോയപ്പോ നമുക്കൊരു ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത എന്തോ ഒരു ബലം കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ ഞാനും എന്റെ അമ്മയും അനിയത്തിയുമായിട്ട് ഞങ്ങൾ മക്കളുമായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. എന്നാല് അവിടെയും തീർന്നില്ല, എന്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തീർന്നില്ല. ഹസ്ബൻഡ് മരിച്ച 1 വർഷം തികയുന്നതിന്റെ അന്ന് എന്റെ മകന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സായതേ ഉള്ളൂ. നെഞ്ചുവേദന വൈകുന്നേര സമയത്തായിരുന്നു. ഈ നെഞ്ചുവേദന വന്ന് അവൾ അത്രയും ഞാനിങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവണം. കുറെ നടക്കണം, ഞങ്ങളുടെ വീട് ഉൾഭാഗത്താണ്. അവിടെ നിന്ന് കുഞ്ഞിനെ എടുത്ത റോഡിൽ എത്തിയപ്പം നാട്ടുകാർ മുഴുവൻ, 3 കൂടിയ ഒരു മുക്കാണ് ഞങ്ങളുടെ റോഡ്, മെയിൻ റോഡ്. അവിടെ വന്നപ്പോ ഈ 3 കൂടിയ മുക്കിൽ നിന്ന് ധാരാളം ആൾക്കാർ തടിച്ചു കൂടിയിട്ട് പറഞ്ഞു, എന്തായാലും ഈ കൊച്ചിന് എന്തോ ഹാർട്ടിന് എന്തോ പ്രോബ്ലം, കൊച്ചെന്തായാലും നഷ്ടപ്പെട്ടു പോകും, അത്രയ്ക്ക് കുഞ്ഞ് മരണവെപ്രാളം, ആരും കയ്യിൽ ഇരിക്കുന്നില്ല. പെടച്ചില്. ഇങ്ങനെ കുഞ്ഞ് പിടയ്ക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും നാട്ടുകാർ അപ്പോഴ് തന്നെ എന്റെ അവസ്ഥ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ നാട്ടുകാർ പൈസ പിരിക്കാൻ തുടങ്ങി. 5ഉം 10ഉം ആയിട്ടൊക്കെ പൈസകൾ പിരിച്ചിട്ട്, ഇതിനാൽ ഈ പൈസ ഒന്നും വാങ്ങാനുള്ള മാനസികമല്ല. കാരണം ഈ കൊച്ചിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു 108 വന്ന് കിട്ടിയ പൈസ, അവരൊക്കെ പിരിച്ച പൈസയൊക്കെ കയ്യിൽ തന്നു. ഈ കുഞ്ഞിനെ കൊണ്ട് വണ്ടിക്കകത്ത് ആംബുലൻസിൽ കയറ്റിയപ്പോ ആരോ എന്നോട് പറയുന്നു. അപ്പൊ ഈ കേറിയ സമയത്ത് ഇവന് അതിന്റെ ബെഡിൽ കിടക്കാനായിട്ട് സാധിക്കുന്നില്ല, അത്രയ്ക്ക് വെപ്രാളം.
അവൻ തറയെ കിടന്നു. അപ്പൊ ഞാൻ ആ ചെയറിൽ നിന്ന് എഴുതിച്ച് തറയിൽ അവന്റെ കൂടെ ഇരുന്നപ്പോ അവൻ പറഞ്ഞു, അമ്മ എന്തായാലും ഞാൻ മരിച്ചു പോകും, പക്ഷെ എനിക്ക് എന്റെ അമ്മയോട് കൂടെ ഇരുന്ന് ജീവിച്ച് കൊതി തീർന്നില്ല അമ്മ. ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. ഈ വാക്ക് എന്റെ ഹൃദയം അങ്ങ് പിളർന്ന് മാറുന്നത് പോലെ തോന്നി, ഈ ഒരു വാക്ക്. അപ്പൊ ഞാന് ഇവനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ, ഞാൻ എന്റെ കുഞ്ഞിനെ ജീവനോടെ ഈ ആംബുലൻസിൽ കയറ്റി, എന്റെ കർത്താവ് എനിക്ക് ജീവനോടെ തിരിച്ചു തരും. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ആംബുലൻസിൽ കയറി കുഞ്ഞിനെ കൊണ്ട് പോയത്. അപ്പൊ ഞങ്ങള് മൂന്ന് പേരേ ഉള്ളൂ, ഞാൻ, എന്റെ മകൻ, എന്റെ മകൾ, ഞങ്ങൾ മൂന്നുപേരും. കണ്ടവർ അനാഥ. അങ്ങനെ ഇങ്ങനെ പോയി കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ അവൻ ഒരു സൈലന്റ് ആയി. നല്ല. അപ്പൊ ഈ സൈലന്റ് ആയി അപ്പൊ അതിനകത്തിരുന്ന ടെക്നീഷ്യൻ പറഞ്ഞു, ചേച്ചി അവന് കുറവുണ്ട്, ചേച്ചി കരയണ്ട, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എന്റെ കുഞ്ഞിനെ സ്ട്രെച്ചറിൽ കിടത്തിയപ്പോ ഡോക്ടറെ കയ്യിലിരുന്ന് 2 വയസ്സായ ഒരു കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടു. പിന്നെ ഇവനെ നോക്കാൻ പിന്നെ അരമണിക്കൂർ, 3 മണിക്കൂറൊക്കെ, അരമണിക്കൂർ, 2 മണിക്കൂർ, കാരണം എല്ലാ ഡോക്ടർമാരും എണീറ്റ് ആ കുഞ്ഞിന്റെ പുറകെ ആയിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ, എന്റെ മോനെ അവിടെ സർജറി അവിടെ ബെഡിൽ കിടത്തിയിട്ട് പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് നോക്കി. എന്നാല് എന്റെ സ്വർഗത്തിലെ ദൈവം അവിടെ വെച്ച് നോക്കിയപ്പോ പറഞ്ഞോണ്ട്, കുഞ്ഞിന് ഹാർട്ടിന് ചെറിയ ഹോളുണ്ട്, നമുക്ക് പെട്ടെന്ന് ഒരു എക്കോ എടുക്കണമെന്ന് പറഞ്ഞു. എന്നാലും അവിടെ തന്നെ അന്ന് രാത്രി തന്നെ എക്കോ ഒക്കെ എടുത്ത് അന്ന് മൊത്തം ഒബ്സർവ് വെളുപ്പിന്. അപ്പൊ ഈ എക്കോ എടുത്തപ്പോഴും പറഞ്ഞു, ഇല്ല, കുഞ്ഞിന് അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഇല്ല, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് ആംബുലൻസിൽ പോയ മരണം, ജനങ്ങൾ കണ്ട മരണം മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ, അന്ന് അവിടെ ആ ഹോസ്പിറ്റലിൽ 108 കൊണ്ടുപോയ കുഞ്ഞ് മരണം മാത്രമാണ്. എന്നിട്ട് ഞാൻ കൊണ്ടുപോയപ്പോ ആൾക്കാർ പറഞ്ഞു, സർജറി വല്ലതും വേണം, രക്തം വല്ലതും വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ അറിയിച്ചാൽ മതി, പയ്യന്മാര് ഒന്ന് രക്തം. എന്നാല് എന്റെ പൊന്നു ആശ്രയ, ആരോ കൊടുത്ത ഒരു ആപ്പിളും കടിച്ച് ബസ്സിൽ നിന്ന് 6 മണിക്കുള്ള ബസ്സിൽ നിന്ന് അവ ഇറങ്ങി മെയിൻ റോട്ടിൽ വന്ന് നടന്നിങ്ങനെ വന്നപ്പോ അവിടെ നിന്ന് ആൾക്കാരെല്ലാം സ്തംഭരായി നിൽക്കും. ഇതെങ്ങനെ ഈ കുഞ്ഞ് കഴിഞ്ഞ രാത്രിയിൽ മരിക്കുമെന്ന് വിധി എഴുതിയ സ്ഥാനത്താണ് ഈ കുഞ്ഞിതാ ആപ്പിളും കടിച്ച് നടന്നു വരുന്നത്, ഇതെങ്ങനെ? അപ്പൊ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, പള്ളിയിൽ ആരാധന തുടങ്ങി അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന തുടങ്ങി, അമ്മ തുടങ്ങുന്ന അന്ന് തൊട്ട് തീരുന്ന അന്ന് വരെ കൊണ്ടുപോകും. പൈസ ഇല്ലെങ്കിൽ നടന്നു പോകും. അതായത് എനിക്ക് തോന്നുന്നു ഒരു 3 കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഞങ്ങൾ പോകുന്ന പള്ളി. ഈ പോകുന്ന പള്ളി വരെ ഞങ്ങൾ 6-7 പേരുണ്ട്. അതായത് എന്റെ കുഞ്ഞമ്മയുടെ 2 മക്കൾ, കുഞ്ഞമ്മ, എല്ലാരും കൂടെ ഒരുമിച്ചാണ് താമസിച്ചത്, കൂട്ടുകുടുംബമായിരുന്നു. ഞങ്ങൾ എല്ലാവരോടെ മഴയായാലും വെയിലായാലും. എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു നിർബന്ധം, ആരാധന തുടങ്ങുന്നതിന് മുമ്പ് പോകണം, തീർന്ന് ആ എല്ലാ ഉപവാസ പ്രാർത്ഥന. അങ്ങനെ ഞങ്ങൾ പോകുമ്പോ ആ നാട്ടുകാർ പറയും, പട അതാ പോണു ചർച്ചില്, പട അതാ പോണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അപ്പോഴാണ് പറയുന്നത്, ചുമ്മാ അല്ല അവര് പോയത്, അവർ ആ പള്ളിയിൽ പോയത് കൊണ്ടാണ് ആ കൊച്ചു ജീവിച്ചത്, ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് ജീവിച്ചതെന്ന്. അങ്ങനെ അന്ന് ആ ഒരു അനുഭവം അനേകം പേർക്ക് ദൈവത്തെ, സത്യത, യേശുവിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശു വിടുവിക്കുന്ന ദൈവമാണ്, നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്, സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ആ ഒരു വിടുതലിലൂടെ ദേശം അറിയുവാനിടയായി. അവിടെ അങ്ങനെ അന്നും ആ കുഞ്ഞിനെ വളരെ അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ കടന്നു വന്നു ജീവിതത്തില്. വീണ്ടും ഈ കുഞ്ഞിന് സുഖമില്ലാതായി, തലയിൽ ECG എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പല പ്രാവശ്യം ഒരു ആഴ്ച ചെല്ലുമ്പോൾ പറയും അടുത്ത ആഴ്ച വരാം, അടുത്ത ആഴ്ച വരാൻ പറയുമ്പോ അടുത്ത ആഴ്ച. അങ്ങനെ ഇരുന്ന് ഈ കുഞ്ഞ് എന്നും ആശുപത്രിയാണ്. ഞാൻ ജോലിക്ക് പോയിട്ട് കഞ്ഞി വെക്കാൻ വേണ്ടി അടുക്കളയിൽ കയറുമ്പോ ഈ കുഞ്ഞിന് മോന് അസുഖം. അപ്പൊ ഈ കുഞ്ഞിന് അസുഖമായിട്ട് ഞാനിങ്ങനെ ആശുപത്രി കൊണ്ടുപോയി EG എടുക്കാൻ പറഞ്ഞപ്പോ, അന്ന് ആ ഹോസ്പിറ്റലിന്റെ ആ വാതിലിന്റെ അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഞാൻ കയറി ഇറങ്ങി നടക്കും, എന്റെ ദൈവം ജീവനുള്ള ദൈവമല്ലേ, എന്റെ ദൈവം സൗഖ്യം തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ അവൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. EG എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ആ പേപ്പറെല്ലാം വലിച്ചു കീറി കളഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. അന്നൊരു തീരുമാനം എടുത്തു, ആശുപത്രി കൊടുക്കുന്ന പൈസ ഞാന് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആശുപത്രിയിൽ തുച്ഛമായിട്ടുള്ള പൈസ ആണെങ്കിലും ഇങ്ങനെ ഒരു കുടുക്കയിലിട്ട് സുവിശേഷ പ്രവർത്തനത്തിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തന്നെ സഭയിൽ നിന്നൊക്കെ ട്രാക്റ്റുകൾ വാങ്ങിച്ചിട്ട്
മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില്, പിന്നെ പൂജപ്പുര ഹോസ്പിറ്റലില് കാണുന്നവരെയൊക്കെ യേശു ജീവിക്കുന്ന ദൈവമെന്നും യേശു പിന്നെ വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും 10ാം ക്ലാസ് വരെ പഠിക്കുവാൻ ദൈവം ഇടയാക്കി തന്നു. ചെറിയ രീതിയിലൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. അതുകൊണ്ട് ദൈവത്തിന് നന്ദി. അത്രയും ഒരു എന്തെങ്കിലും പഠിക്കുവാനുള്ള ദൈവം ഇടയാക്കിയതിന്. കാരണം അന്നൊക്കെ പഠിപ്പിക്കാനൊന്നും നിവർത്തിയില്ലാത്ത കാലഘട്ടമാണ്. എങ്കിലും അതിലൂടെയൊക്കെ എന്റെ അമ്മ എന്നെ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ഈ ട്രാക്റ്റുകളും കൊണ്ട് അനേക സ്ഥലങ്ങളിൽ പോകുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ജീവിതത്തിൽ എന്റെ ദൈവത്തെ കൂടുതലായിട്ട് അറിയും തോറും കഷ്ടത കയറി വന്നു. കഷ്ടത. അപ്പൊ ഇതെന്ത് ഇങ്ങനെ ദൈവത്തെ അറിയുന്നത്? നിങ്ങൾ അപ്പൊ നാട്ടുകാർ മുഴുവൻ, അത് നമ്മളെപ്പോഴും അങ്ങനെയാണ്. ദൈവം ഒരു നന്മ ചെയ്താല് അടുത്തൊരു കഷ്ടം വന്നാൽ നമ്മളെല്ലാം മറക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കഷ്ടത വന്നപ്പോ ഈ നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, ഇതെന്തുകൊണ്ട് ഇങ്ങനെ അടിക്കടി സുനിത നിന്റെ വീട്ടിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അസുഖം, ഒരു ഇതും ഇല്ലല്ലോ, ഇതെന്തോ ബാധ ഉപദ്രവമാണ്. മന്ത്രവാദിയുടെ അടുത്തോ എവിടെയെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം, അല്ലെ ക്ഷേത്രങ്ങളിൽ പോയി എന്തെങ്കിലും ഈ എന്തോന്നും ഈ ഹോമം അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ നിങ്ങളെ യേശു ഈ പള്ളിയിലൊന്നും പോയിട്ട് ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ, ജീവിക്കുന്ന ദൈവം വിടിവിക്കുന്നെങ്കിൽ വിടിവിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഒരു മന്ത്രവാദിയുടെ അടുത്തോ ഒരു അമ്പലത്തിലോ പോവാൻ ഞാൻ തയ്യാറല്ല. ഈ ചോദിക്കുന്നവരോടെല്ലാം പറഞ്ഞു, ഇന്നല്ല നാളെ ആയാലും എന്റെ യേശു ഇരിക്കുന്നു. ഈ കഷ്ടവും ദാരിദ്ര്യവും ദുഃഖവും വന്നു എങ്കിൽ, രോഗങ്ങളും ദുരിതങ്ങളും വന്നുവെങ്കിൽ, പക്ഷെ അതെല്ലാം എന്റെ ദൈവത്തോട് അടുക്കാനിടയായി തീർന്നു. അടുക്കാനിടയായി തീർന്ന് ഇങ്ങനെ ദൈവത്തോട് അടുത്തടുത്ത് വന്നപ്പോൾ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന പൈശാചിക ശക്തികള് അകന്നകന്നു പോകുവാനിടയായി തീർന്നു. അപ്പോ ദൈവം കുറച്ച് വിശാലത എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കുവാനുള്ള വഴികളെ കർത്താവ്, ഞാനൊരു വീട്ടിലൊരു ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി. അവിടുത്തെ നല്ലൊരു സാറും ഒരു ചേച്ചിയുമായിരുന്നു. അവര് മോളെ പഠിപ്പിച്ചോളാം, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ പഠിപ്പിക്കാൻ നിവർത്തിയില്ലായിരുന്നു. +1 +2 ഡിഗ്രി ആ വീട്ടിലുള്ളവരാണ് പഠിപ്പിക്കാൻ ദൈവം ഇടയാക്കിയത്. അവര് പഠിപ്പിച്ചു. പിന്നെ എന്റെ മോന്റെ ബാക്കി കാര്യങ്ങളും പഠനവും എല്ലാം അവരാണ് നോക്കിയത്. ദൈവം സഹായികളെ അപ്പോഴപ്പോഴും, നമ്മള് വചനം മനുഷ്യരാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ എന്റെ സ്വർഗത്തിലെ ദൈവം അതാത് സമയത്തെല്ലാം എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരമാകട്ടെ, നല്ല വസ്ത്രമാകട്ടെ, പഠിക്കുവാനുള്ള മുഖാന്തരങ്ങളാകട്ടെ, എല്ലാം എന്റെ സ്വർഗത്തിലെ ദൈവം അതാത് സമയത്ത് എന്റെ ദൈവം തന്നത്. ഇത് ഇങ്ങനെ തന്ന് നമ്മളെ വിശാലതയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തെ കൂടുതൽ അടുക്കാനായിട്ട് കഷ്ടങ്ങൾ ജീവിതത്തിൽ തന്നുകൊണ്ടിരുന്നു. രോഗങ്ങളും ദുഃഖങ്ങളും മാനസികമായ തകർച്ചകളും ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റി കളയാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇപ്പൊ 3ഉം 4ഉം ദിവസമൊക്കെ ആഹാരം ചിലപ്പം കഴിക്കാൻ കാണത്തില്ല എനിക്കും കുഞ്ഞിനും. അപ്പൊ അതൊക്കെ നമുക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ പിശാച് കൊണ്ടുവരും. അയ്യോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടല്ലേ എന്റെ യേശു ഞങ്ങൾ ഇതാ പട്ടിണി എടുക്കുന്നു, ഇന്ന വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ചോദ്യം ചോദിക്കുന്ന മേഖലകളെ കൊണ്ട് തന്നുവെങ്കിലും, പക്ഷെ അവിടെ എല്ലാം കർത്താവിന്റെ പൊൻകരം കൊണ്ട് എന്നെ ഞാനിപ്പോൾ എന്റെ വീട് ഞാനൊരു ചെറിയൊരു ഷെഡ് പോലത്തേലാണ് താമസിക്കുന്നത്. ഇത് മകളുടെ അവരൊരു ചെറിയൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി വന്നതാണ്. എന്റെ വീട്ടിൽ കറണ്ട് ഒന്നുമില്ല. അപ്പൊ എന്റെ ഒരു ചെറിയൊരു വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. ദൈവം നടത്തട്ടെ. മാത്രവുമല്ല, എന്റെ അമ്മയുടെ ഒരു വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ വീട്ടില് ആരാധന മുടങ്ങാതെ നടത്തണമെന്നുള്ളത് എന്റെ അമ്മയുടെ വലിയ ആഗ്രഹമാണ്. എന്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. പിന്നെ ഭക്തന്മാരെ മാനിക്കുന്ന ഒരു അമ്മയായിരുന്നു. അമ്മയുടെ ഇല്ലായ്മയില് അമ്മ സന്തോഷത്തോടെ എന്റെ വീട്ടിൽ വന്ന ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ എന്റെ അമ്മ വിടത്തില്ല. അത്രയ്ക്ക് അമ്മ ഭക്തന്മാരെ, അഭിഷിക്തന്മാരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അമ്മയാണ്. പക്ഷെ അങ്ങനെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയുടെ ഫലം എന്റെ അമ്മയുടെ ഞാനത് കാണുവാനിടയായി തീർന്നു. കാരണം അമ്മ സുഖമില്ലാതെ 2 ദിവസം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നു. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ ഇതാണ് വന്നത്. അപ്പൊ അമ്മയ്ക്ക് കാല് വയ്യാതെ ഒരു സർജറി കഴിഞ്ഞു. അത് ഇത്തിരി
ഭേദമായെങ്കിലും കാല് മടക്കാൻ പറ്റത്തില്ല. അപ്പൊ ആശുപത്രി കൊണ്ടുപോയപ്പോ പറഞ്ഞു ഇങ്ങനെ എന്തായാലും അമ്മയ്ക്ക് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. എന്നാലും രാത്രി 2 മണിയായപ്പോഴത്തേക്ക് അമ്മ വളരെ വെപ്രാളത്തിൽ ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടയ്ക്കും. അപ്പൊ ഞാൻ അമ്മയുടെ കൈ പിടിച്ചു വെച്ചു. ഇനി കാണാൻ പറ്റത്തില്ല, കാരണം ഒരു മക്കൾക്ക് അമ്മ ഇങ്ങനെ പിടയ്ക്കുന്നത് കാണാൻ പറ്റത്തില്ല. ഞാൻ അമ്മയുടെ കൈ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ അമ്മ നിത്യതയിലേക്ക് എടുക്കുന്നുവെങ്കിൽ എന്റെ അമ്മ സൈലന്റ് ആക്കണം, എന്റെ അമ്മ സമാധാനത്തോടെ നിത്യതയിലേക്ക് പോണം. അപ്പൊ അത് പിന്നെ മാത്രമല്ല, അമ്മ പോകുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്റെ അമ്മ പോകണം, സൈലന്റ് ആയിട്ട് പോകണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഈ ചരിഞ്ഞു കിടന്ന അമ്മ നേരെ കാല് മടക്കാത്ത അമ്മ കാല് നേരെ കുത്തി ചവിട്ടി അമ്മ ഇടതുവശത്തും വലതുവശത്തും അമ്മ ചരിഞ്ഞിട്ട് അമ്മ നേരെ കാലെല്ലാം സ്ട്രെയിറ്റിന് വെച്ചു. അപ്പോൾ എന്റെ മനസ്സിൽ രൂപാന്തരം എന്റെ അമ്മയ്ക്ക് ശരീരത്തിൽ പ്രാപിക്കുകയാണ്. എന്റെ അമ്മ നിത്യതയോട് അടുത്തോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അപ്പോ മനസ്സിലായി. നല്ല സൈലന്റ്. അപ്പൊ ഞാൻ അമ്മയുടെ ചെവിയിൽ പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, അമ്മ തുടങ്ങി വെച്ച പ്രാർത്ഥന, അമ്മ തുടങ്ങി വെച്ച അമ്മ സന്ധ്യയാകുമ്പോ അമ്മ ആരും തിരിഞ്ഞു നോക്കത്തില്ല. 6 മണി എന്നുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കും. പിന്നെ ലോകം ഇടിഞ്ഞു വീഴുന്നാലും അമ്മയുടെ ആ പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അവിടെ കയറിയിരുന്ന് അമ്മ പ്രാർത്ഥിച്ചിരിക്കും. എന്ത് തന്നെ പ്രശ്നം വന്നാലും അമ്മയെ അത് ബാധിക്കത്തേ ഇല്ല. അപ്പൊ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും, ദേശത്തിനും സകല കാര്യങ്ങളും. എന്റെ അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക് കോട്ട. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ ചെവിയിൽ പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, പ്രാർത്ഥനയും വീട്ടിൽ നടത്തും, ആ പ്രാർത്ഥന ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ അമ്മയുടെ പ്രാർത്ഥന ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. വെളുക്കാറായപ്പോഴത്തേക്ക് ഒരു 8 രാവിലെ 8:30 ആയപ്പോ എന്റെ അനിയത്തിയും ഹസ്ബൻഡും വന്നു. അനിയത്തിയുടെ ഹസ്ബൻഡ് സുവിശേഷ പ്രവർത്തകനാണ്, ചർച്ചില് സുവിശേഷനായിട്ട് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് വന്നിട്ട് പാസ്റ്റർ എന്റെ അമ്മ മകനെന്നാണ് വിളിക്കണം, മോനെ എന്നാണ് വിളിക്കണം, അല്ല മരുമകനെ എന്നല്ല. അപ്പം പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അമ്മ ഞങ്ങൾ വന്നിട്ടുണ്ട്, അമ്മ സമാധാനത്തോടെ നിത്യതയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ബാത്റൂമിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞു. പാസ്റ്റർ ഞാന് ഡ്രസ്സ് മാറ്റി ഒരു 5 മിനിറ്റ് പോലും 2 മിനിറ്റ് പോലും എടുത്തില്ല. വിപ്രാളപ്പെട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ നിത്യതയിലേക്ക് ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അതുപോലെ എന്റെ ദൈവം എന്റെ അമ്മയുടെ മേലെ പ്രവർത്തിച്ചു. മാത്രമല്ല, എന്റെ അമ്മ നമുക്ക് ഒരു പ്രാഗൽഭ്യം കർത്താവിനോട് പറയാനുണ്ടായിരുന്നു. എന്റെ അമ്മ ഭക്തന്മാരെ ആദരിച്ചത്, അഭിഷിക്തന്മാരെ ആദരിച്ചത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടിയത് എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ അതൊരു പ്രാഗൽഭ്യത്തോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്റെ ദൈവം അതുപോലെ എനിക്ക് ചെയ്തു. ഞാൻ പോലും അറിയാതെ എന്റെ അമ്മ വളരെ സൈലന്റ് ആയിട്ട് സന്തോഷത്തോടെ പ്രകാശിക്കുന്ന മുഖത്തോടെ അമ്മ നിത്യതയിലേക്ക് പോകും. അത് വളരെ വലിയൊരു കാര്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവസന്നിധിയില് കർത്താവ് എല്ലാം കുറിച്ചു വെക്കുന്ന ഒരു ടൈമുണ്ട്, അതിന് കർത്താവ് പ്രതിഫലം തരും. അങ്ങനെ ഞാനായി ഇങ്ങനെ ജീവിതത്തിലോട്ട് വന്നു, ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് തുടങ്ങി. കിട്ടുന്ന സമയമെല്ലാം എന്റെ സാക്ഷ്യം അനേകരോട് പറയും. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഈ ഫീൽഡ് വർക്ക്, അതായത് ആശാ വർക്കറായിട്ട് തിരഞ്ഞെടുത്തത് തന്നെ ഓരോ വീടുകളിൽ പോകുമ്പോൾ വളരെ വിഷമവും ദുഃഖത്തിലും ആയിരിക്കും. അപ്പൊ എനിക്ക് ചെറിയ വിഷമമുണ്ട്, എനിക്ക് ചെറിയ ദുഃഖമുണ്ടെങ്കിൽ ഞാൻ അവരോട് എല്ലാം കർത്താവിനെ കുറിച്ച് പറയും. ഇങ്ങനെ ദൈവം വിടുവിക്കും, സാരമില്ല, എല്ലാം ദൈവം ശരിയാക്കാം. അങ്ങനെയും കൂടെ ദൈവം എനിക്ക് ദൈവത്തിനെ കുറിച്ച് പറയുവാനും മറ്റുള്ളവരൊന്ന് സമാധാനിപ്പിക്കാനും ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ മകൾക്ക് കോവിഡ് സമയത്ത് എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നു. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഹാർട്ടിനൊക്കെ കോവിഡ് ഹാർട്ടിലാണ് ബാധിച്ചത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ICU-ലൊക്കെ കിടന്ന ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്തായാലും എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മകൾക്കൊന്നും ആരുമില്ല, അതുകൊണ്ട് മകളെ നല്ലൊരു കുടുംബത്തിലോട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു, പക്ഷെ ഞാൻ ഒരു കണ്ടീഷനെ വെച്ചോ, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരിക്കണം, ദൈവത്തെ അറിയുന്ന ഒരു മകനായിരിക്കണം പാസ്റ്റർ. ദൈവകൃപയാൽ ദൈവത്തെ അറിയുന്ന, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, എന്റെ എന്റെ യേശോപ്പനെ സ്നേഹിക്കുന്ന ഒരു മകനെ തന്നെ എനിക്ക് മകളുടെ കുടുംബ ജീവിതത്തിലേക്ക്, മകളെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതിനും ഒരു പൈസ എന്റെ കയ്യിലില്ലായിരുന്നു, ഒരു സാമ്പത്തികവും ഇല്ലായിരുന്നു. എന്നാല് അതിന്റെ വിവാഹ ചെലവെല്ലാം
ഒരു 5 പൈസ പോലും കടം വരാതെ എന്റെ ദൈവം ആ വിവാഹ ചെലവെല്ലാം നടത്തുവാനായിട്ട് അനേകരിലൂടെ എന്റെ കർത്താവ് സഹായിച്ചു. നല്ല ഒരു കുടുംബ ജീവിതമൊക്കെ അവള് നയിക്കുന്നുണ്ട്. ചെറിയൊരു കടമുണ്ട്. ഒരു ബാങ്കിലൊരു അനിയത്തിയുടെ പ്രമാണം വെച്ചിട്ട് ഒരു 2 ലക്ഷം രൂപ എടുത്തു. ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നു. പിന്നെ എനിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ ആയതിനു ശേഷം എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എന്റെ ദൈവം അവര് സന്തോഷത്തോടെ ആയിരിക്കുന്നു. സന്തോഷത്തോടെ ദൈവ സന്നിധിയിൽ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല അവള് പ്രഗ്നന്റ് ആയ സമയത്ത് പിന്നെ പെട്ടെന്ന് അവൾക്കൊരു ബ്ലീഡിങ് വന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോ പറഞ്ഞു അത് കുഞ്ഞ് യൂട്രസിലും എത്തിയിട്ടില്ല, ഓവറിയിലും എത്തിയിട്ടില്ല. അപ്പോ പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ മകള് മരണപ്പെട്ടു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യൂട്രസും ഓവറിയും കൂടെ എടുത്ത് മാറ്റണം. അങ്ങനെ പറഞ്ഞു. എന്റെ ഒപ്പ് വാങ്ങി, മരുമകന്റെ ഒപ്പ് വാങ്ങി. വളരെയധികം ഞങ്ങൾ ഭാരത്തോടെ ഇരുന്നു. വളരെയധികം കൊച്ചുകുട്ടിയാണ്, ഒരു കുഞ്ഞു പോലും ഇല്ല. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഇനി എന്താണെന്ന് പറഞ്ഞ് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവള് ബെഡിൽ കിടന്നുവെങ്കിലും ഞാൻ വെളിയിൽ ഇറങ്ങി വരാന്തയിലിരുന്ന് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. എനിക്കറിയാന്നുള്ള പാസ്റ്റർമാരെ, സഭാ ശുശ്രൂഷകന്മാരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇതേപോലെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. രാവിലെ ഇവിടെ സ്കാനിങ്ങിന് വിളിച്ച് ഇവളകത്തേറിയപ്പോ പറഞ്ഞു, അമ്മ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി. അമ്മ അത് സ്കാനിങ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ കണ്ണുനീരോടെ ഇറങ്ങി. ഞാൻ പറഞ്ഞു മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇപ്പൊ കുഞ്ഞ് യൂട്രസിൽ എത്തിയിട്ടില്ല. കുഞ്ഞ് യൂട്രസിൽ എത്തുമ്പോൾ നിന്നെ സ്കാനിങ്ങിന് വിളിക്കുമെന്ന് പറഞ്ഞു. അവളെ ധൈര്യപ്പെടുത്തേണ്ടതായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവളെ സ്കാനിങ്ങിന് വിളിച്ചു. എന്റെ സ്വർഗത്തിലെ ദൈവം കാണാതിരുന്ന, ശത്രു ഒളിച്ചിട്ടിരുന്ന അവളുടെ യൂട്രസും ഓവറും എല്ലാം എടുത്ത് മാറ്റിയുള്ള ജീവിതം തന്നെ തകർക്കാൻ പിശാച് പദ്ധതി ഒരുക്കിയെങ്കിൽ ഈ രണ്ടാമത്തെ സ്കാനിങ്ങിൽ കറക്റ്റ് ടൈമിൽ സ്കാൻ ചെയ്ത് കുഞ്ഞ് യൂട്രസിൽ എത്തുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു, കണ്ണുനീരോടെ വിതച്ച എന്റെ സ്വർഗത്തിലെ ദൈവം ആർപ്പോടെ കൊയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അങ്ങനെ ജീവിതത്തില് ഇപ്പോ കുഞ്ഞിന് 3 വയസ്സായി. നല്ല മിടുക്കിയായിട്ട് അവള് സന്തോഷത്തോടെ കൊച്ചു കൊച്ചു വചനമൊക്കെ പറയും. അങ്ങനെ നല്ല മിടുക്കിയാണ്. പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തോടെ അങ്ങനെ ആയിരിക്കുന്നു. എന്നാല് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം എന്നെ കർത്താവിന്റെ വേലയോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അനേക സ്ഥലങ്ങളിൽ ചെന്നു കർത്താവ് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ തലവേദന എന്ന് പറഞ്ഞ് ഈ അസുഖമായിട്ടൊക്കെ വന്നപ്പോ വാടിപ്പോകാതെ, മരണത്തിന് ശത്രു ഏൽപ്പിക്കാതെ നിർത്തിയ കാര്യങ്ങളൊക്കെ അനേകരോട് പറയുമ്പോൾ അവരെ ജീവിതത്തിൽ ഒരു ഉറപ്പ് കർത്താവ് കൊടുക്കുക. എന്റെ ജീവിതത്തെയും കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന അനേക സ്ഥലങ്ങളിൽ ഞാൻ സാക്ഷ്യമായിട്ട് നിൽക്കുന്നു. ഇതൊക്കെയാണ് എന്റെ സാക്ഷ്യങ്ങള്. സ്വർഗത്തിലെ ദൈവം ഇതുവരെയും നടത്തി ഈ ആരോമ ടിവിയിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ അതിന് അവസരം തന്ന സ്വർഗത്തിലെ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതിനവസരം ഒരുക്കിയ പ്രിയ പാസ്റ്റർക്കും നന്ദി പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ കർത്താവിനെ കൂടുതൽ അറിയുവാനും ദൈവത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാനും ദൈവത്തോട് അടുക്കുവാനും കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ എന്റെ കുടുംബത്തെ, എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വീണ്ടും ഞാൻ പ്രാർത്ഥന ചോദിക്കുന്നു. വേലയിൽ കർത്താവിന്റെ സാക്ഷിയായി ലോകമെങ്ങും സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം എനിക്ക് കൃപയും ശക്തിയും തരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത്രയും സമയം എന്നെ അനുവദിച്ച, സാക്ഷ്യം പറയുവാൻ അനുവദിച്ച പ്രിയ പാസ്റ്റർ, എല്ലാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർ ക്രിസ്തേശന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കും. താങ്ക് യു പ്രിയ സുനിത സിസ്റ്റർ. ദൈവസന്നിധിയിൽ ഇത്രത്തോളം സമയം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാനും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാനും കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്ററിൻ്റെ വാക്കുകൾ, ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ശ്രദ്ധിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള ജീവിതത്തിൻ്റെ പിന്നിട്ട പാതകൾ, അത് എത്രയോ ദയനീയമായ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പ്രത്യേകിച്ച് പിതാവ് നഷ്ടപ്പെട്ട് കുഞ്ഞിലെ തന്നെ അനാഥത്വം പേറി പ്രിയ മാതാവ് കുഞ്ഞുങ്ങളെയും കൊണ്ട്
അങ്ങോളം ഇങ്ങോളം നടന്ന് ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആ നാളുകൾ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വീടുകൾ തോറും കയറി ഇറങ്ങി ഭക്ഷണം യാചിച്ച സമയങ്ങളും ആ കഷ്ടപ്പാടുകളും കടന്നുപോയതായ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അനുഭവിച്ചതായ കാലങ്ങളും അത്ര കണ്ട് അങ്ങോട്ട് മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കടന്നുപോയ ഒരുപാട് കഷ്ടതയുടെ അനുഭവങ്ങൾ, കഷ്ടതയുടെ നാളുകൾ. ഇന്നയോളം ഒരു പരുവത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷേ ദൈവം സിസ്റ്ററിനെ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് സിസ്റ്ററെ ദൈവം മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവിന് നല്ല സാക്ഷ്യം വഹിക്കുവാൻ, ഏറ്റവും കുറഞ്ഞ പക്ഷം കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് മറ്റൊരാളിനോട് പോയി പറയുവാൻ കർത്താവ് അവസരം ഒരുക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആശാ വർക്കർ എന്ന ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അനേക ഭവനങ്ങളിൽ പോകുവാനും അവിടെയുള്ളതായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് മരുന്നുകളൊക്കെ കൊടുക്കുവാനും അവരോടൊരുമിച്ച് സമയങ്ങൾ ചിലവഴിക്കുവാനും ആശ്വാസ വാക്കുകൾ പറയുവാനും ജീവനുള്ള ദൈവത്തെ പരിചയപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇങ്ങനെ ഒരു അവസരം ലഭിക്കത്തില്ല. സിസ്റ്ററിന് അത് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യത്തക്കവണ്ണം ദൈവം അവസരങ്ങളെ ഒരുക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നിശ്ചയമായിട്ടും അനേക പ്രിയപ്പെട്ടവർക്ക് പോകാൻ കഴിയാത്ത, ചെയ്യാൻ കഴിയാത്ത, കർത്താവ് ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസി പ്രിയ സുനിത സിസ്റ്ററിനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണല്ലോ. ആ ശുശ്രൂഷ തുടരുക. അപ്പോൾ തന്നെ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. നിശ്ചയമായിട്ടും സിസ്റ്ററിനെയും മക്കളെയും ഒക്കെ ദൈവം ആദരിക്കും. നിങ്ങളുടെ ആത്മീയവും ഭൗമികവുമായുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ഒരു ക്രമീകരണം ഒരുക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരെ, നാം കേട്ടുകൊണ്ടിരുന്ന ഈ സാക്ഷ്യം പ്രേക്ഷകർ ശ്രദ്ധയോടെ കേട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കൂ ഈ വാത്സല്യ സഹോദരിക്ക് വേണ്ടി. ആ സഹോദരിക്ക് കയറിക്കിടക്കുവാൻ ഒരിടമില്ല. ഒരു ഷീറ്റ് മറച്ച ഒരു കുടിലാണ് കിടക്കുന്നത്. വൈദ്യുതി കണക്ഷനോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മകളുടെ വാടക വീട്ടിലാണ് ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടിയിട്ട് പ്രിയ സഹോദരി കടന്നു വരുവാൻ ഇടയായി തീർന്നത്. പ്രിയ മകളും കുടുംബവും ആയിരിക്കുന്ന ഇടത്ത് പ്രിയ സിസ്റ്റർ ഇപ്പോൾ ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാത്സല്യ കുടുംബത്തെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഓർക്കാം, പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും അത് ഒരനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവസേനയിൽ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും അത് വെളിപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സുനിത സിസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തുതിക്കുന്നു. നിത്യനും പരിശുദ്ധനും നീതിമാനുമായ കർത്താവെ, ഈ ധന്യമായ സമയം എന്റെ കർത്താവ് തന്നെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരോമ ടിവിയിലെ പ്രേക്ഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതെല്ലാം വിഷയങ്ങളിൽ ഞെരുക്കത്തോടെ, വേദനയോടെ, നിരാശയോടെ, ദുഃഖത്തോടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടെങ്കിൽ കർത്താവ്, എന്റെ പൊന്നപ്പച്ചന്റെ ഹല്ലേലൂയ മുറിഞ്ഞ കരം കർത്താവെ അവരുടെ മേൽ ഇറങ്ങിച്ചെന്നവരെ കർത്താവെ സ്തോത്രപ്പ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ യേശു ആരെന്നും യേശു എങ്ങനെയുള്ളവർ സ്തോത്രം കർത്താവെ അറിയുവാൻ വയ്യാത്ത ആരെങ്കിലും കർത്താവെ സാക്ഷ്യം ഈ ആരോമ ടിവിയിലൂടെ കർത്താവെ പുറപ്പെടുവിക്കുന്ന സാക്ഷ്യങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ അവരുടെ ആത്മ മനുഷ്യൻ കർത്താവെ നിത്യജീവങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവെ
എന്റെ നിത്യരക്ഷകനെ അറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സാക്ഷ്യങ്ങളിലൂടെ അനേകം ആയിരങ്ങൾ എന്റെ യേശുവിനെ അറിയുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിന് പ്രചോദനമായി തീർന്ന കർത്താവെ പ്രിയ പാസ്റ്ററിനെയും അതിന്റെ അണിയറ കർത്താവെ പ്രവർത്തകരെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ഏറ്റവും ധന്യവും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ കേൾക്കുന്ന കാണുന്ന വ്യക്തികൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും കർത്താവ് അവിടുന്ന് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും എന്റെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ കൃപയോട് കേൾക്കണം പരിശുദ്ധനായ പിതാവേ. ആമേൻ 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 ആമേൻ. താങ്ക് യു പ്രിയ സുനിദാസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്റിനോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റിനെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുന്ന നല്ല സാക്ഷ്യം പറയുവാൻ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകർക്കുള്ളതായ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com